വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ആവശ്യമുള്ളതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ പാൽ. വൈറ്റമിൻ ഡിയുടെ നമ്മുടെ ശരീരത്തിലെ നോർമൽ അളവ് 30 തൊട്ട് 80 നാനോഗ്രാം പെർ ml ആണ്. ഇതിൽ 30 താഴെ പോയി കഴിഞ്ഞാൽ, അതായത് 30 താഴെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. 20ലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തീർത്തും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. സാധാരണ നമ്മുടെ അടുത്ത് ആശുപത്രിയിലെ രോഗികൾ വരുമ്പോൾ കൈകാല് വേദന പറയാറുണ്ട്, മസിൽ പെയിൻ പറയാറുണ്ട്, അല്ലെങ്കിൽ നടുവേദന ഒക്കെ പറയാറുണ്ട്. കൂടുതലും ബോൺ പെയിൻസാണ്, എല്ല് സംബന്ധമായ വേദന. കാരണം നമുക്കറിയാം വൈറ്റമിൻ ഡി കാൽഷ്യമായിട്ട് ചേർന്നാണ് എല്ലിന് ബലം കൊടുക്കുന്നത്. അതില്ല വരുമ്പോൾ ഓസ്റ്റിയോപീനിയ എന്ന് പറയും, എല്ലിന് ബലക്ഷയം വരും. ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമുക്കറിയാം 50 വയസ്സ് മുതലുള്ള സ്ത്രീകളിൽ കാണാം, കൊച്ചുകുട്ടികളിൽ കാണാം, വളരുന്ന പ്രായക്കാരിൽ കാണാം, ടീനേജേഴ്സിൽ കാണാം. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് സമീകൃത ആഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് വരാനുള്ള ചാൻസുകൾ കുറവാണ്. അപ്പം ഇത് വൈറ്റമിൻ ഡി നമുക്ക് എങ്ങനെ ശരീരത്തിന് കിട്ടുന്നു എന്നതിനെപ്പറ്റിയാണ് ഞാൻ കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. വൈറ്റമിൻ ഡി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒന്ന് സമീകൃത ആഹാരം. അതായത് സമീകൃത ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഭക്ഷണത്തിനുണ്ടാകണം, 30% പ്രോട്ടീന്, കൂടാതെ 20% ഫാറ്റ്. ഇതാണ് സമീകൃതം എന്ന് പറയുന്നത്. 50% കാർബോഹൈഡ്രേറ്റും 30% പ്രോട്ടീനും 20% ഫാറ്റുമുള്ള ഒരു ഭക്ഷണ സംവിധാനത്തെയാണ് നമ്മൾ സമീകൃത ആഹാരം പറയുന്നത്. ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ നോർമലി നമുക്കൊരു വൈറ്റമിൻ ഡി ഉണ്ടാവും. നമുക്ക് വേണ്ട ഡോസ്, അതായത് നോർമൽ ഡോസ് എന്ന് പറഞ്ഞാൽ 400 തൊട്ട് 800 അല്ലെങ്കിൽ 1000 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ ഒരു ദിവസം നമുക്ക് ഈ ആഹാരത്തിൽ നിന്ന് കിട്ടും. കൂടാതെ ഡയറക്റ്റ് സൺ എക്സ്പോഷർ, നമ്മൾ സൂര്യപ്രകാശം നമ്മുടെ ദേഹത്ത് തട്ടണം. അത് അൾട്രാവയലറ്റ് ലൈറ്റ് നമുക്ക് നമ്മുടെ ദേഹത്ത് തട്ടി നമുക്ക് ആക്ടിവേറ്റ് ആണ്. വൈറ്റമിൻ ഡി നോർമലി നമുക്ക് ഡയറ്റുകളെ കിട്ടുന്നത്, പക്ഷേ ആക്റ്റീവ് ഫോമിലേക്ക് മാറണമെങ്കിൽ അത് 25 ഹൈഡ്രോക്സിഡേഷൻ നടക്കുന്ന ലിവറിലും 1 ഹൈഡ്രോക്സിഡേഷൻ നടക്കുന്ന കിഡ്നിയിലുമാണ്. അപ്പോൾ കിഡ്നിയുടെ ലിവർ നോർമലായിട്ട് സാധാരണ രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ ഹൈഡ്രോക്സിഡേഷൻ ഈ ആക്റ്റീവ് ഫോമിലേക്ക് മാറുള്ളൂ. 125 ഡൈഹൈഡ്രോക്സി വൈറ്റമിൻ ഡി അതിലേക്ക്, അതായത് വൈറ്റമിൻ D3 അതിലേക്ക് മാറുള്ളൂ. അപ്പം നോർമലി നമുക്ക് നല്ല ലിവർ വേണം, നന്നായിട്ട് പ്രവർത്തിക്കുന്ന കിഡ്നി വേണം, കൂടാതെ സൂര്യപ്രകാശം വേണം, കൂടാതെ ബാലൻസ്ഡ് ഡയറ്റ് വേണം. ഇതുകൂടാതെ നമുക്ക് വേണ്ട നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, നമ്മുടെ കൈയും കാലും എല്ലാം മറച്ചുള്ള വേഷങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ കിട്ടിയില്ല. അപ്പം ഇക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് വൈറ്റമിൻ ഡി കിട്ടും. എന്നിരുന്നാൽ പോലും പണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന ഇന്ത്യയെ പോലെ ഒരു ട്രോപ്പിക്കൽ കൺട്രി, അതായത് ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന രാജ്യത്ത് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ 1993 ഒരു 14 വയസ്സുള്ള ഒരു കൊച്ചിന് TB വന്നപ്പോൾ നട്ടലിനെ TB ആശു അതിനെപ്പറ്റി ഒരു പഠനം നടത്തി. വൈറ്റമിൻ ഡിയുടെ കുറവ് കണ്ടപ്പോൾ അന്ന് മുതൽ കൂടുതൽ പഠനങ്ങൾ വിധേയമാക്കുകയും 1999 ആയപ്പം അതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് വരികയും ചെയ്തു. അന്ന് മുതലാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ പലരും അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് വെയിൽ എക്സ്പോഷർ ഉണ്ട്, ഒത്തിരി ആൾക്കാർ വെയിലത്ത് പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സാധ്യതയില്ല എന്നുള്ളത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, അപ്പോൾ ഈ പണിയെടുക്കുന്ന ആൾക്കാരെ, പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളം സൺലൈറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ അവർ ബാലൻസ് ഡയറ്റ് കഴിക്കുന്നില്ല. പക്ഷേ അതേസമയം ബാലൻസ് ഡയറ്റ് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ, നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സൺലൈറ്റ് കൊള്ളുന്നില്ല. ഈ 2 പ്രശ്നങ്ങളും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പം വെജിറ്റേറിയൻ ആൾക്കാരോട് നമുക്ക് പറയാം, പച്ചക്കറി മാത്രം കഴിക്കുന്നവരോട് പറയുന്ന അവർ പച്ചക്കറിയും പഴങ്ങളും കൂടുതലായിട്ട് കഴിക്കുക, ഫൈബർ കണ്ടന്റുള്ള. അതുകൂടാതെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ കഴിക്കുക, അപ്പോൾ അതിനകത്ത് വൈറ്റമിൻ ഡി ഉണ്ട്. അതേസമയം നോൺ വെജിറ്റേറിയൻസ്, ഇറച്ചിയും മീനും കഴിക്കുന്നവരാണ് നമുക്കറിയാം, ഇറച്ചിയും മീനും മുട്ട അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഈ ബാലൻസ് ഡയറ്റ്, അതായത് 50% കാർബോഹൈഡ്രേറ്റ്, 30% പ്രോട്ടീനും 20% ഫാറ്റ് വരുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. അങ്ങനെ വന്ന് ആവശ്യം നമുക്ക് സൺലൈറ്റ്, അൾട്രാവയലറ്റ് രശ്മികളാണ് നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ ഇത് ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി നമുക്ക് കിട്ടി. എന്നിരുന്നാൽ പോലും നമുക്ക് നോർമൽ ലെവൽ, അതായത് 400 തൊട്ട് 1000 എല്ലാ ദിവസവും കിട്ടിയെന്ന് വരികയിൽ അതിന് കുറവുണ്ടാകും. അപ്പോൾ അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോൺ പെയിന്, മസിൽ പെയിന്, അല്ലെങ്കിൽ ഒത്തിരി നേരം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, കൈകാലുകൾക്ക് വേദന, പിന്നെ എല്ലിന് ബലക്കുറവ്, നമ്മൾ വീഴ്ചകളിൽ പ്രായം കഴിഞ്ഞ 50 വയസ്സ് മുതലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ 60 വയസ്സൊക്കെ അതിന് പ്രായം കൂടിയ സ്ത്രീകൾ വീണ് പെട്ടെന്ന് പൊട്ടുന്നു. അപ്പം എല്ലിന് ബലമില്ല, ഓസ്റ്റിയോപീനിയ. ഇതെല്ലാം മറികടക്കാൻ നമുക്ക് ആവശ്യത്തിന് വൈറ്റമിൻ ഡി സപ്ലിമെൻഷൻ ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് 400 തൊട്ട് 1000 ആണ്. പക്ഷേ അത് പല രീതിയിൽ നമുക്ക് കഴിക്കാം. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുറവാണെങ്കിൽ, ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ, 30 താഴെ അല്ലെങ്കിൽ 20 താഴെയാണെങ്കിൽ നമ്മൾ സാധാരണയായി 60,000 യൂണിറ്റ് ഒരു ആഴ്ച കഴിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കും. 60,000 യൂണിറ്റ്. അപ്പം അത് ആഴ്ചയിൽ 1 വെച്ച് ഒരു 4 തൊട്ട് 8 ആഴ്ച വരെ നമ്മൾ കൊടുക്കും.
അത് കഴിഞ്ഞാൽ നമ്മൾ സാധന ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമലായി കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയും മാസത്തിൽ 1 വെച്ച് 60,000 യൂണിറ്റിനെ കഴിക്കാൻ പറയും. അല്ലാതെ നമുക്ക് കാൽഷ്യത്തിൻ്റെ കൂടെ തന്നെ ഈ വൈറ്റമിൻ ഡി നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് കാൽഷ്യത്തിൻ്റെ കൂടെ 400 അല്ലെങ്കിൽ 1000 ഇൻ്റർനാഷണൽ യൂണിറ്റ് വെച്ച് നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കുറവുണ്ടാകുകയില്ല. പലപ്പോഴും നമ്മൾ മധ്യവയസ്ക സ്ത്രീകൾ അല്ലെങ്കിൽ മാസമുറ ആയ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നടുവേന കൈകാലുവേന പറയും, കാൽഷ്യം ഗുളിക വേണം ഡോക്ടറിന് പറയും. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡിയുടെ ഉള്ള ഗുളിക 1000 യൂണിറ്റ് 2000 യൂണിറ്റുള്ള ഗുളികസാണ് കൊടുക്കുന്നത്. അതവർക്ക് എല്ലിന് ബലക്ഷയം ഉണ്ടാക്കിയില്ല, വീഴ്ച വന്നാൽ പൊട്ടലുണ്ടാകാതിരിക്കും, എണീറ്റ് നടക്കാൻ പറ്റും, നടുവേന കൈകാലുവേദനയൊക്കെ കുറയ്ക്കും. അപ്പം വൈറ്റമിൻ ഡി നമ്മൾ ബാലൻസ് ചെയ്യണമെങ്കിൽ നല്ലൊരു ബാലൻസ് ഡയറ്റ്, ആവശ്യത്തിന് സൺലൈറ്റ് എക്സ്പോഷർ, പിന്നീട് നമ്മൾ ഒത്തിരി കവർ ചെയ്ത വസ്ത്രങ്ങളിട്ട് വെയിലത്തോടെ നടന്ന് നമുക്ക് ആക്ടിവേഷൻ ഉണ്ടാകുകയില്ല. കൂടാതെ നല്ലൊരു ലിവർ പ്രവർത്തിക്കുന്ന ഫാറ്റി ലിവർ അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത ലിവറിന് കിഡ്നിയുടെ പ്രവർത്തനം ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. താങ്ക് യു.